വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ അനീഷിൻ്റെ പ്രകടനം ഒന്നൊന്നര പ്രകടനമായിരുന്നു. ഞാനൊരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. പക്ഷേ അനീഷിൻ്റെ പ്രകടനം കണ്ടപ്പം എനിക്ക് തോന്നുന്നു സീസൺ 4 ബ്ലെഫ്ലിയുടെ ഒരു ആപ്പിൾ തിന്നുകൊണ്ടുള്ള ഒരു പ്രകടനം ഉണ്ടായിരുന്നു. ഒരു വല്ലാത്ത പ്രകടനമായിരുന്നു അല്ലേ. ബിഗ് ബോസ് പോലും എണ്ണിച്ചിരുന്ന് അഭിനന്ദിച്ച പ്രകടനം. ആ പ്രകടനം പോലെ ഒരു പ്രകടനം തന്നെയായിരുന്നു അനീഷിൻ്റേതായി ഇന്നലെ നമ്മൾ കണ്ടത്. അപൂർവമായിട്ട് ഇങ്ങനെ പ്രകടനങ്ങൾ കാണാൻ പറ്റും. കാരണം അനീഷ് ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നോട് ഞാൻ വായിച്ച ടാസ്ക് ലെറ്ററിൽ പറഞ്ഞേക്കുന്നത് ഈ നിമിഷം മുതൽ നിങ്ങൾ മിണ്ടാൻ പാടില്ല, ഈ സീസൺ തീരുന്നിടം വരെ മിണ്ടാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതും പ്രകാരം അപ്പം മറ്റുള്ളവർ പറയുന്നുണ്ട്, ബിഗ് ബോസിന് പറയാമല്ലോ, എന്താണ് അനീഷ് മിണ്ടുന്നു, അനീഷ് മിണ്ടിക്കോ എന്ന് ബിഗ് ബോസ് പറയുന്നു. നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനൊക്കെ ബിഗ് ബോസ് അല്ലേ പറയുന്നത്. പിന്നെ അനീഷ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അനീഷ് അന്നേരം പറയുന്നു ബിഗ് ബോസ് അങ്ങനെ പലതും പറയും. അവസാനം എന്നോട് പറഞ്ഞാൽ മതിയല്ലോ, ലോജിക്കില്ലാതെ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്ന് തന്നെയല്ലേ. എന്താ നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങത്തില്ലേ? നിങ്ങളെല്ലാം എനിക്കെതിരെ വരുത്തില്ലേ എന്ന് ചോദിക്കുന്ന അനീഷിനെ കാണാൻ പറ്റും. കൃത്യമായ കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ എന്ന് ഒരു കാരണവശാലും എഴുതാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വരുമ്പം അനീഷിനെ അഭിനന്ദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അനീഷ് ബുദ്ധിപരമായി ചിന്തിക്കുകയും അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം സത്യം പറഞ്ഞാൽ ഇതൊന്നും ചിന്തിക്കാതെ തികഞ്ഞ മണ്ടന്മാരാണെന്ന് തോന്നുന്നു. കാരണം അപ്പാനി ഷാജിയൊക്കെ അനീഷിനെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. ഇവനെന്തോ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അനീഷ് പറഞ്ഞത് തന്നെയാണ് ശരി. കാരണം അത് ബ്രില്യൻറ്റ് മൂവായിരുന്നു. അനീഷിന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ബഹളത്തിനിടയിൽ സാധാരണ അനീഷിൻ്റെ ശബ്ദം പൊങ്ങാറുണ്ട്, പ്രത്യേകിച്ച് അനീഷുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ. ഇത് മിണ്ടാതെ നിൽക്കുക എന്ന് പറയുന്നത്, അനീഷ് ഈ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. അനീഷ് മിണ്ടാതെ ഒറ്റ നിപ്പങ്ങ് നിൽക്കുക, ഊമയെ പോലെ കാണിക്കുക. ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾ ആ തർക്കം ഒരു വിഷയമല്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, അനീഷ് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പോയിരുന്നെങ്കിൽ നിശ്ചയമായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് അനീഷിൻ്റെ തലമുണ്ടനം ചെയ്യട്ടെ എന്ന് പറയുമായിരുന്നു അല്ലേ. അത് കൃത്യമാണ്. അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം അനീഷിൻ്റെ തലമുണ്ടനം ചെയ്യട്ടെ എന്ന് തന്നെ പറയും. 100% ഉറപ്പാണ്. അതിൽ നിന്ന് അനീഷ് കൂളായിട്ട് രക്ഷപ്പെട്ടു. അതുപോലെ സച്ചിനെയും ആര്യനെയും ജിഫയിലും തുറന്നു കാണിക്കാൻ പറ്റി എന്നുള്ളതാണ്. അവിടുത്തെ മത്സരാർത്ഥികൾക്കിടയിൽ ആര്യനും ജിഫയിലും ഏത് ടാസ്കിലും വിജയിക്കുന്നവർ ഏത് ടാസ്കിലും വന്നാലും ആദ്യമേ അവരെ തന്നെ പറഞ്ഞു വിടുന്ന ആ രീതിക്കൊരു മാറ്റം, അത് ഒരു പ്രതികാരം തന്നെയാണ്. കാരണം 1-ാം നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ അനീഷ് മുൻപന്തിയിൽ നിന്നു. അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം കൂടെ പറഞ്ഞത് ആര്യൻ പോട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനൊരു മധുര പ്രതികാരം കൂടെയാണ് അനീഷിനെ സംബന്ധിച്ചത്. മറ്റൊന്ന്, അനീഷിനെ സംബന്ധിച്ച് വേറൊരു പ്രശ്നമുണ്ട്. ബുദ്ധിപരമായി ചിന്തിക്കുന്നു. അനീഷ് പറയുന്നുണ്ട് തല കൊണ്ട് ചിന്തിക്കൂ, നിങ്ങൾ തല കൊണ്ട് ചിന്തിക്കൂ. അപ്പോൾ ഒരു ടാസ്കിനിടയിൽ ഫ്രിഡ്ജിൽ സാധനങ്ങൾ കയറ്റി വെക്കുന്ന കാര്യം, ഇവർ തലയാണ, ബെഡ്ഷീറ്റ് ഇതെല്ലാം കൂടെ ഒരു ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞപ്പോൾ എന്താണ് ബിഗ് ബോസ് പറഞ്ഞത്? നിങ്ങൾ ഈ ലോജിക്ക് ചിന്തിക്കൂ, നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ? കാരണം ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് അറിയുന്നില്ല? നിങ്ങൾ അതനുസരിച്ച് മാത്രമല്ലേ കയറ്റാൻ പാടുള്ളൂ എന്ന് ചോദിച്ചപ്പം അവിടുത്തെ മത്സരാർത്ഥികൾ ഞെട്ടിപ്പോയി. അതുപോലെ ബിഗ് ബോസ് ആണ് ഈ പ്രാവശ്യത്തെ കളിയെല്ലാം നിയന്ത്രിക്കുന്നതും കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 18 പേരുണ്ടെങ്കിൽ 19-ാമനായിട്ട് ബിഗ് ബോസ് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് ഇതിന് ബിഗ് ബോസിനൊരു അജണ്ട ഉണ്ടായിരുന്നു. അനീഷ് ഒരുപക്ഷെ അനീഷ് അല്ലായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും മത്സരാർത്ഥിയായിരുന്നെങ്കിൽ അങ്ങ് മിണ്ടിയനെ ആ ടാസ്ക് ആദ്യമേ തന്നെ അവസാനിച്ചേ. ബിഗ് ബോസ് ഒരു കാരണവശാലും പറയുന്നില്ല പരാജയപ്പെട്ടതുകൊണ്ട് ഈ ടാസ്ക് തീർന്നു എന്ന് പറയുന്നിട്ടില്ല. അപ്പം കൃത്യമായിട്ട് അനീഷിൻ്റെ ടാസ്ക് കളിക്കുകയും ചെയ്തു, അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ള. അനീഷ് നിസാര ടാസ്ക് എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കുകയും, ഈ സീസൺ മൊത്തം മിണ്ടാതിരിക്കുക എന്നുള്ള ടാസ്ക് അനീഷ് ഏറ്റെടുത്തു. ഇത് അവർക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ അവർ മിണ്ടാതിരിക്കുമോ? ഇല്ല. ഈ ടാസ്ക് തീരുന്നിടം വരെ മിണ്ടാതിരിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. പക്ഷെ അനീഷ് തലമുണ്ടനം ചെയ്യുമായിരുന്നു എന്ന് അനീഷ് പറയുന്നുണ്ട്. ഞാൻ ആദ്യമേ എടുക്കുന്ന കാർഡ് തലമുണ്ടനം ചെയ്യാനാണെങ്കിൽ എനിക്കതിന് സമ്മതമായിരുന്നു എന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് അനീഷ് ആ ഗെയിമിൽ മുൻതൂക്കം നേടിയിരിക്കുകയാണ്. എനിക്കൊന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ കൃത്യമായിട്ട് ചോദിക്കുകയും അനീഷിനെ അഭിനന്ദിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം ബിഗ് ബോസ് എന്താണോ വിചാരിച്ചത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അനീഷ് കഴിഞ്ഞിട്ടുണ്ട്.
അവിടുത്തെ ആൾക്കാരെല്ലാം മണ്ടൻ എന്ന് കരുതുന്ന അനീഷ്, മണ്ട ശിരോമണി, നീ എന്താണാ പറയുന്നത് എന്നൊക്കെയാണ് അക്ബറും നമ്മുടെ അപ്പാനിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവൻ എന്താ പറയുന്നത്, ഇവൻ എന്താ പോടാ മണ്ട എന്നൊക്കെ പറയുന്ന ഇവര് സത്യം പറഞ്ഞ ഇവരായിരുന്നു ഭൂലോക മണ്ടന്മാർ. കാരണം ബിഗ് ബോസ് എന്താണ് പ്രതീക്ഷിച്ചത്? നിശ്ചയമായിട്ടും ഉറപ്പാണ് അനീഷ് മിണ്ടിയിരുന്നെങ്കിൽ ബിഗ് ബോസ് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് മിണ്ടി, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവില്ലേ? ഈ നിമിഷം മുതൽ നിങ്ങൾ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ല, പിന്നെ ആര് പറഞ്ഞാലും നിങ്ങൾ മിണ്ടാൻ പാടില്ല എന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. ബിഗ് ബോസ് പറയാൻ പോകുന്നത് എന്ന് 100% ഉറപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ബിഗ് ബോസ് ആണ് ഇവിടെ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അനീഷ് സ്മൂത്തായിട്ട് അങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. ബിഗ് ബോസിനും ഒരു പക്ഷേ ഞെട്ടിപ്പോയി കാണും. അപ്പം അനീഷിൻ്റെ ഗെയിം ഒരു രക്ഷയില്ലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അനീഷ് എന്താ പറയുന്നത്, ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. അനുവും ഷാനവാസും കൈയടക്കിയ മേഖലയിലേക്ക് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അനീഷ് ഇടിച്ചു കയറുന്നതാണ് കണ്ടത്. അനീഷ് ഒരു വല്ലാത്ത ഗെയിമർ തന്നെ, ബുദ്ധിപരമായിട്ടും അതുപോലെ ടാസ്കും ഒരു എന്തും ചെയ്യാനുള്ളൊരു തൻ്റെ ഇടമുണ്ട് അനീഷിനെ സംബന്ധിച്ച്. അതുതന്നെയാണ് അനീഷിനെ വ്യത്യസ്തനാക്കുന്നത്. അനീഷിൻ്റെ ഗെയിം കാണാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ, നമുക്കൊന്ന് കാണാം. അപ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾ അനീഷിനെ പറ്റി എന്തൊക്കെ ധരിച്ചാലും എനിക്ക് തോന്നുന്നു ഒരു മികച്ച ഗെയിമർ, ബുദ്ധിപരമായ ഗെയിമർ, ഒരു മികച്ച ഗെയിമർ തന്നെയാണ് അങ്ങേരെ. കാത്തിരുന്ന് കാണാം. ഓക്കെ ബൈ.